ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓർഡേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് പെരുന്നാൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ ഓർഡർ ക്ലോസ് ചെയ്തതാണ്. ഞാൻ മുന്നേ ഒരു ഷോർട്ട് ഇട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഡേറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓർഡർ ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെന്നുണ്ടെങ്കിലും വാട്സപ്പ് നമ്പർ ആണെന്നുണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെരുന്നാളിൽ ആകെ 8-9 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇനി എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതുവരെ ഓർഡേഴ്സ് വരുന്നതിനൊക്കെ ഞാൻ അങ്ങനെ ഇനി എടുക്കണില്ല എന്നാണ്, ക്ലോസ് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഞാൻ സ്റ്റോറിയൊക്കെ ഇടലുണ്ടായിരുന്നു കേട്ടോ, ഇന്ന ഡേറ്റിന് ക്ലോസ് ചെയ്യും, അപ്പോൾ ഓർഡേഴ്സ് ചെയ്യാനുള്ളവർക്ക് ചെയ്തോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഇതിന് കിട്ടണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ഇട്ടിട്ട്. നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു 5 ദിവസം കൊണ്ടെങ്കിലും നമ്മൾ മാക്സിമം ചെയ്ത് തീർക്കണം, എന്നാലേ നമുക്ക് പെരുന്നാളാകുമ്പോഴത്തേക്കും അവർക്ക് അവിടെ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിലുള്ള മൊത്തം നമ്മൾ ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും എടുക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ നമ്മളിടുന്ന് മുന്നേ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിയവരാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മളടുത്താണ് വർക്ക് നമുക്കാണ് വർക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തരണം, എന്തായാലും ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരെ വർക്ക് എടുക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ വർക്ക് കുറേ എടുത്തതും ഉണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇത് ചെയ്യണത്, അപ്പോൾ എല്ലാം കൊണ്ടും എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടാവുന്ന ഒരു വർക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്നൊരാൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈദാകുമ്പോഴത്തേന് കിട്ടണം ഇന്നെ ആദ്യം ഒരു ചെറിയൊരു സാധാ ഒരു കുർത്ത പോലത്തെ ഒരു ഡ്രസ്സാണ് പറഞ്ഞിട്ടുണ്ടായത്. അത് നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പുതിയ മോഡൽസ് നമുക്ക് തരാൻ വേണ്ടി തുടങ്ങി, അങ്ങനെ കുറച്ചും കൂടെ പണിയുള്ള മോഡലൊക്കെ. അങ്ങനെ ഈ ഒരു ഇത് ചെയ്ത് തരുമോ പെരുന്നാൾക്കാകുമ്പോഴത്തേന്? അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പുതിയ മോഡലാകുമ്പോൾ ഞാൻ ഒന്നാമത് സ്റ്റിച്ചിങ് പഠിക്കാത്ത ആളായതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് ടൈം എടുക്കും, ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് ടൈം എടുക്കും ചെയ്യാൻ. നമുക്കത് ശ്രദ്ധിച്ച് ചിലപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഐഡിയക്കാണ് ചെയ്യേണ്ടത്. കുറച്ച് ടൈം എടുക്കും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവരോട് കാര്യം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്താട്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ അത്രയും വർക്ക് എടുത്ത് കഴിഞ്ഞു, ഇനി ക്ലോസ് ചെയ്യുകയാണെന്ന് ഞാൻ മുന്നേ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഉറക്കമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് മൊത്തം പെരുന്നാളാകുമ്പോഴത്തേന് കിട്ടണമല്ലോ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. ഉറക്കം കളഞ്ഞിട്ട് എനിക്കിത് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് മൈഗ്രെയിനിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് എനിക്ക് നല്ല തലവേദന വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡേഴ്സ് എടുക്കൽ ക്ലോസ് ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്ത് ശരിയും പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ അയക്കേണ്ട ഒരു ടൈമുണ്ട്. ഇപ്പോൾ ഈ എല്ലാവരും ഓൺലൈനിലായിട്ട് ചെയ്യുന്നവരായതുകൊണ്ടും എല്ലാവരും കൊറിയർ അയക്കണമായതുകൊണ്ടും DTDC ഒക്കെ ഡിലേ ആയിട്ടാണ് സാധനം കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നെങ്കിലും എനിക്ക് സാധനം അയച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ വെഡ്ഡിങ് സീസണാണ് വരാനുള്ളത്. ഈദ് ഓർഡേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ.